ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ പുരുഷന്മാര് സ്ത്രീകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്ര എക്സ്പ്രസീവ് ആയിട്ടുള്ള ആളുകളല്ല. അതായത് അവരുടെ സ്നേഹമാണെങ്കിലും അവർക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലൊന്നും അവർ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ട് തുറന്നു പറയാറില്ല. സോ അതുകൊണ്ട് തന്നെ പല ആളുകളും വിചാരിക്കുന്നത് ഈ പുരുഷന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യമുണ്ട്, അവരങ്ങനെ കരയാറില്ല, അവർക്ക് അങ്ങനെ വിഷമങ്ങളൊന്നും വരാറില്ല, അവർ ഇമോഷണലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെ. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യം അതല്ല. ഈ സ്ത്രീകളെ പോലെ തന്നെ എല്ലാവിധ ഫീലിങ്സും പുരുഷന്മാർക്കുമുണ്ട്. പക്ഷെ അത് അവർ ഹൈഡ് ചെയ്ത് പിടിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇന്റൻഷനലി അവരത് മറച്ചു വെക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പുരുഷന്മാരെ സ്ത്രീകളിൽ നിന്നും അല്ലെങ്കിൽ മൊത്തത്തിൽ ആളുകളിൽ നിന്നൊക്കെ മറച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ പെർഫെക്റ്റ് ആണോ എന്നുള്ളൊരു സംശയമാണ്. ഈ പെർഫെക്ഷൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ഹൈറ്റ്, അതുപോലെ നല്ല ബോഡി, നല്ല എന്താ പറയുക, കാണാൻ ഭയങ്കര സൗന്ദര്യം, ഈ രീതിയിലുള്ള ഒരു പെർഫെക്ഷനിസം അല്ല കേട്ടോ. ഇപ്പൊ ഒരു ഫാമിലിയിലൊക്കെ നിൽക്കുന്ന ആളുകളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വളരെ നോർമൽ ആയിട്ടുള്ള സാധാരണക്കാരെ കുറിച്ച് നമ്മൾ പറയാന്നുണ്ടെങ്കിൽ, ഒരു ഫാമിലി ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പുരുഷനെ സംബന്ധിച്ച് അയാൾക്ക് സംശയങ്ങൾ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്: ഞാൻ നല്ലൊരു അച്ഛനാണോ, ഞാൻ നല്ലൊരു മോനാണോ, ഞാൻ നല്ലൊരു ഹസ്ബൻഡാണോ, ഞാൻ നല്ലൊരു സഹോദരനാണോ? ഈ രീതിയിലുള്ള സംശയങ്ങളാണ് അയാൾക്ക് ഉണ്ടാവുന്നത്. ഇത് വരാനുണ്ടാവുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പം നമ്മളുടെ മാരീഡ് ആയിട്ടുള്ള ഒരാളാണെന്നെങ്കിൽ, ഇപ്പം വൈഫും അതുപോലെ തന്നെ ഈ ഒരു പുരുഷന്റെ അമ്മയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ആള് ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ഇത് ഒരു സൈഡിൽ നിൽക്കുന്നത് നമ്മളുടെ അമ്മയാണ്, മറ്റേ സൈഡിൽ നിൽക്കുന്നത് നമ്മുടെ ഭാര്യയാണ്. അപ്പൊ ആരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം, അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ്, ഇതിന് ഞാൻ എന്ത് ഡിസിഷൻ എടുക്കണം, ഈ രീതിയിലൊക്കെ പുരുഷന്മാർ കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ഈ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ന്യൂട്രൽ ആയിട്ട് നിൽക്കാനേ കഴിയുകയുള്ളൂ. അത് ശരിയായ ഒരു കാര്യമാണെന്നല്ല പറയുന്നത്. അപ്പൊ ഇവർ രണ്ടുപേരുടെയും സൈഡ് പിടിക്കാതെ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് വൈഫിന്റെ സൈഡിൽ നിന്നൊക്കെ നമ്മള് ബുദ്ധിമുട്ടുകൾ പ്രകടിപ്പിക്കാറുണ്ട്. അവര് ഈ രീതിയിൽ പറയാറുണ്ട്: നിങ്ങൾ എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് എനിക്ക് വേണ്ടി പറയുന്നില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തത് കൊണ്ടാണ് അവർ ആ രീതിയിൽ ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്നത്. ചെയ്യുന്നത് ശരിയാണെന്നല്ല പറയുന്നത്, ശരിക്കും ആ ഒരു രീതിയിലല്ല നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത്. പക്ഷെ എങ്കിൽ പോലും അവരുടെ സിറ്റുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് അവരുടെ പ്രശ്നം. അവരുടെ ഉള്ളിൽ വലിയൊരു കൺഫ്യൂഷൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ നമ്മുടെ പാരൻസിന്റെ സൈഡ് നിൽക്കണോ, അതോ വൈഫിന്റെ സൈഡ് നിൽക്കണോ, മക്കളുടെ സൈഡ് നിൽക്കണോ, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ് അവരുടെ ഉള്ളിൽ മൊത്തത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, പരാജയങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഭയമാണ്. ഈ ഒരു ഭയം നമ്മളുടെ പുരുഷന്മാരുടെ ഉള്ളിലേക്ക് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ വളർത്തിയെടുത്തിട്ടുള്ള ഒരു രീതിയാണ്. നമ്മുടെ സൊസൈറ്റി എപ്പോഴും അവരെ കണക്കാക്കുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാത്തിനും പ്രാപ്തനായ ഒരു പുരുഷൻ, അതാണ് ശരിക്കും ഒരു പെർഫെക്റ്റ് മാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ്. സോ അതുകൊണ്ട് തന്നെ ഇവരെ പറഞ്ഞു പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. നമ്മൾ ജയിക്കണം, നമുക്ക് പരാജയപ്പെടാൻ പാടില്ല, ഈ പരാജയപ്പെടുന്നത് ഒരു തെറ്റാണ് എന്നുള്ള രീതിയിലൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തെങ്കിലും ഒരു ജോബിന് വേണ്ടി പോകുന്ന സമയത്തോ, അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രൊമോഷന് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ ഇവര് തന്നെത്താൻ പ്രഷർ ചെയ്യാണ്. ഇതിൽ ജയിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമുക്കിത് കിട്ടിയേ പറ്റൂ എന്നൊരു പ്രഷർ ഇവരായിട്ട് ഇവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു പ്രഷറിന്റെ അണ്ടറിലാണ് ഇവരെപ്പോഴും, ഇവരുടെ ത്രൂ ഔട്ട് ഇവരുടെ ലൈഫ് ഒന്നല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ഒരു പ്രഷർ കൊടുത്തുകൊണ്ടാണ് ഇവര് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ലൈഫിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം വരുമ്പോൾ പോലും ഇവർ ഈ ഒരു പ്രഷറിന്റെ ഇടയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവര് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട്, അല്ലെങ്കിൽ അതിന് ഭയങ്കരമായിട്ട് പ്രൊവോക്ഡ് ആയ പോലെ സംസാരിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഭാര്യമാരൊക്കെ ചിന്തിക്കും, ഇവരെന്തിനാണ് ഇങ്ങനെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത്, നമ്മൾ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു ഫാമിലി ലൈഫ് എടുക്കാന്നുണ്ടെങ്കിലും, ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിലൊക്കെ നമുക്ക് വൈഫ്, അതായത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. മേ ബി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കാം, നമ്മളെ കെയർ ചെയ്യുന്നു, നമ്മൾക്ക് അറ്റൻഷൻ തരുന്നു, ഈ കാര്യങ്ങളൊക്കെ.
അപ്പൊ പല പുരുഷന്മാർക്കും അതൊന്നും സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കാറില്ല. അതിന്റെയൊക്കെ ഒരു മെയിൻ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അവരെപ്പോഴും ഒരു പ്രഷറിലാണ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ അത് വിചാരിച്ച് നമുക്കിത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഇത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഈ രീതിയിലാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തത്. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും വാതോരാതെ പറയാറുണ്ട് സ്ത്രീകൾക്ക് അറ്റൻഷൻ കിട്ടണം, കെയർ കിട്ടണം, സ്നേഹം കിട്ടണം, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ. പക്ഷെ നമ്മൾ അപ്പോഴൊക്കെ വിട്ടുപോവാറുണ്ട് ഈ ഒരു പുരുഷന്മാരുടെ കാര്യം പറയാനായിട്ട്. ഇത് സ്ത്രീകൾക്ക് മാത്രം കിട്ടിയാൽ മതിയോ ഈ അണ്ടർസ്റ്റാൻഡിങ്ങും അറ്റൻഷനും കാര്യങ്ങളൊക്കെ? എന്നാൽ അതങ്ങനെയല്ല. ഇത് അവരെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പുരുഷന്മാർക്കും. പുരുഷന്മാരും ഉള്ളില് സ്നേഹം കിട്ടണം, നമ്മളെ കെയർ ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. പാമ്പർ ചെയ്യപ്പെടണം, എങ്ങനെയൊക്കെ. പക്ഷേ അവരത് അങ്ങനെ തുറന്ന് പറയാറില്ല, അല്ലെങ്കിൽ അവർക്കത് കിട്ടിയില്ലെങ്കിലും അവരങ്ങനെ പരാതി പറഞ്ഞു വരാറില്ല. പക്ഷെ അത് വിചാരിച്ച് അവരത് ആഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതൊരു മനുഷ്യനും അവരുടെ ഉള്ളില് ഒരു ഇന്നർ ചൈൽഡ് ഉണ്ടായിരിക്കും. ആ ഒരു ഇന്നർ ചൈൽഡിന് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ അവരെ പാമ്പർ ചെയ്യുക, നമ്മൾ അവരെ കെയർ ചെയ്യുക, നമ്മൾ അവരെ സ്നേഹിക്കുക, അറ്റൻഷൻ കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. സോ ഇത് സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാരും ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ പാമ്പർ ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ മേ ബി നമ്മളോട് ഇങ്ങനെ ആയിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. നീ ഒന്ന് പോയിക്കേ, എനിക്ക് എന്താ നീ ഇങ്ങനെ കുട്ടിക്കളി കളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ റെസ്പോണ്ട് ചെയ്യുന്നതെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും, അവർ അത് എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഈ ലവ്, കെയർ, സപ്പോർട്ട്, അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്നത് ഏതൊരു പുരുഷനും സ്ത്രീക്കും അവരുടെ ജീവിതത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ കാര്യം, വികാരങ്ങളെ അതായത് ഇമോഷൻസിനെ തുറന്നു പറയാനുള്ള ബുദ്ധിമുട്ടാണ്. ഈ ഇമോഷൻസിനെ തുറന്നു പറയാൻ അവരെന്തിനാണ് മടിക്കുന്നത്? സ്ത്രീകൾ പലപ്പോഴും തുറന്നു പറയാറുണ്ട്, കമ്പാരിറ്റീവ്ലി ആണ് കേട്ടോ പറയുന്നത്. പക്ഷെ പുരുഷന്മാര് തുറന്നു പറയുന്നത് കുറവാണ്. കാരണം അവരുടെ വൾണറബിൾ ആയിട്ടുള്ള സൈഡ് അവർക്ക് പുറത്ത് കാണിക്കാൻ ഇഷ്ടമില്ല. ഇതിന്റെയും ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളെ കണ്ടീഷനിങ് ചെയ്തെടുക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം ഇവിടെ വരുന്നത്. കാരണം ഇവർക്ക് സങ്കടം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു വീക്കായിട്ട് ആളുകൾ കൺസിഡർ ചെയ്യും. അപ്പോൾ പാർട്ട്ണറിനോട് പോയിട്ട് എനിക്ക് സങ്കടം ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് വിഷമാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണറിന്റെ മുന്നിൽ അവരുടെ ആ ഒരു മസ്കുലിൻ, അവരുടെ ഒരു പവർ, ആ ഒരു സംഭവം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടി ഇവർക്ക് എപ്പോഴും ഉണ്ടാവും. ഈവൻ ആ ഒരു പാർട്ട്ണറുമായിട്ട് ഇവർ ഒരുപാട് കാലത്തെ റിലേഷനോ അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ മാരീഡ് ലൈഫ് ആണെങ്കിൽ പോലും, ഇപ്പൊ ഒരു 6 years 7 years ഒക്കെ നീണ്ടു നിന്ന മാരീഡ് ലൈഫ് ആണെങ്കിൽ പോലും പാർട്ട്ണറോട് വന്ന് കരയാനോ അല്ലെങ്കിൽ പാർട്ട്ണറിനോട് വന്നിട്ട് തൻ്റെ ഒരു വിഷമം ഷെയർ ചെയ്യാനോ ബുദ്ധിമുട്ടുന്ന ഒരുപാട് മനുഷ്യന്മാര്, അതായത് ഒരുപാട് പുരുഷന്മാര് ഇന്നും നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ലോകത്തിന്റെ സാഡ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി. ഇനി അഞ്ചാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയം എല്ലാ പുരുഷന്മാരുടെ ഉള്ളിലും ഉണ്ടായിരിക്കും. ഈ പ്രിയപ്പെട്ടവരെന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ഫാമിലി, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, നമ്മുടെ പാർട്ട്ണർ, ഈ ആളുകളെല്ലാം ഉൾപ്പെടും കേട്ടോ. അപ്പോ ഇവരെന്തിനാ ഭയക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇവരുടെ കുറെ സ്വഭാവ രീതികൾ ഉണ്ടാവും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഒരു ഫാമിലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇവർക്ക് ആരുടെ കൂടെ നിൽക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതൊക്കെ ഈ ഒരു കാര്യത്തിന്റെ മെയിൻ റീസൺ ആണ്. അതായത് നമുക്ക് എന്താണ്, നമ്മളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോകും. ഇപ്പൊ ഞാൻ ഭാര്യന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പാരൻസ് എന്നോട് അകലം കാണിക്കുമോ എന്നുള്ള ഒരു പേടി, അതേപോലെ ഞാൻ പാരൻസിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ വൈഫ് എന്നെ ഒഴിവാക്കിയിട്ട് പോവോ എന്നുള്ള ഒരു പേടി. അങ്ങനെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്ന കാര്യത്തിന്റെ മേലിലെത്തുന്ന സമയത്ത് പുരുഷന്മാര് കുറച്ചധികം വിഷമിക്കുന്ന അല്ലെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. എല്ലാ പുരുഷന്മാരും ഒരുപോലെയല്ല, പക്ഷെ എങ്കിൽ പോലും ഒരു 90% പുരുഷന്മാരും ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തത്. ഇതിനെല്ലാം നമുക്ക് ബ്രേക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇത് പുരുഷന്മാര് അവര് നിന്നിരുന്ന ആ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ അവർ നിന്നിരുന്ന ആ ഒരു സർക്കിളിൽ നിന്നും പുറത്ത് കടന്ന് അവരുടെ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്ത് കടന്ന് ഇതിനെക്കുറിച്ച് ഒരുപാട് അറിഞ്ഞ് പഠിച്ച് മാറി ഈ പുരുഷനും സ്ത്രീയും ഒക്കെ ഒരേപോലത്തെ ഇമോഷണൽ വാല്യൂസ് തന്നെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി തിരിച്ചറിയുന്നവരുണ്ട്. അതുപോലെ നിങ്ങൾക്കും ഇത് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, പക്ഷെ പുരുഷന്മാരെ തുറന്നു പറയാൻ മടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ മതി, നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും.
ഇനി നിങ്ങൾക്ക് പുതിയ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ അതും സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മി രാഷ്ന സൈനിങ് ഓഫ്.